അങ്കിൾ എന്നെ അനുഗ്രഹിക്കണം. എല്ലാവിധ അനുഗ്രഹങ്ങളും. താങ്ക് യു അങ്കിൾ. ഓൾ ദ വെരി ബെസ്റ്റ്. ചേച്ചി പറഞ്ഞതുപോലെ എല്ലാ മത്സരത്തിലും ജയിച്ചു വരണം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഗംഗ. പോയി നന്നായി എഴുതിയിട്ട് വാ. അമ്മേ. എന്തു പറ്റി ആനന്ദ്? കല്യാണി ഇവിടെ വരൂ. അമ്മയ്ക്ക് അറിയാലോ, ഇവള് നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. കമ്പനിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ബ്രാൻഡ് അംബാസിഡർ ജയിച്ചു വരാൻ അനുഗ്രഹിക്കണം. കല്യാണി വാ, വന്ന് അനുഗ്രഹം വാങ്ങിക്കാം. ശരി വല്യുഞ്ഞേ. എന്നെ അനുഗ്രഹിക്കണം മാഡം. അനുഗ്രഹിക്കാറില്ലേ? കമ്പനിയുടെ ചെയർപേഴ്സണ് ബ്രാൻഡ് അംബാസിഡറെ മത്സരത്തിന് അനുഗ്രഹിച്ചയക്കാം. ശരിയാ കൃഷ്ണേട്ട. കമ്പനിയുടെ ചെയർപേഴ്സണ് കമ്പനി ബ്രാൻഡ് അംബാസിഡറെ മികച്ച ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിന് ജയിച്ചു വാ എന്ന് അനുഗ്രഹിച്ചയക്കാം. നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറെ ജയിക്കാവൂ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് വെറുമൊരു ബ്രാൻഡ് അംബാസിഡർ മത്സരം മാത്രമല്ല, ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളെ തീരുമാനിക്കുന്ന മത്സരം. കമ്പനിയേക്കാൾ വലുതായി എനിക്കെന്റെ കുടുംബം. മത്സരത്തിൽ ഒരാൾക്കേ ജയമുണ്ടാവൂ. രണ്ടാളും ജയിക്കണമെന്ന് എനിക്ക് അനുഗ്രഹിക്കാനാവില്ല. വല്യുഞ്ഞ് വിഷമിക്കണ്ട. മാഡത്തിന്റെ അനുഗ്രഹം എനിക്കുണ്ടാവും, അതുറപ്പാ. ആ ശരി, അപ്പൊ ബ്രോ സമയാവുന്നു. നിങ്ങൾ വിട്ടോ, ഞാൻ സുബോണനും കുട്ടി നിങ്ങളെക്കാൾ മുന്നേ അവിടെ എത്തിയിരിക്കും. അപ്പൊ കല്യാണി, ഏട്ടത്തിയാവാനുള്ള പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓക്കെ ബ്രോ, അപ്പൊ അവിടെ കാണാം. കല്യാണി പോവാം. കേറാം. വാ കേറ്.
പോവാം. അപ്പോ ഓൾ ദി ബെസ്റ്റ് കല്യാണി. നിങ്ങളെപ്പോ എത്തി? ഒരു 10 മിനിറ്റ് മുമ്പ്. ആ, ദേ കല്യാണി, ജസ്റ്റ് പാസ്സൊന്നും പോരാ. ബ്രോയുടെ കെട്ടിയോളാവാനുള്ള പരീക്ഷയെ പഠിച്ചാൻ എല്ലാ റാങ്ക് പഠിച്ച ബ്രോയോട് കട്ടയ്ക്ക് നിൽക്കണം. ഓക്കെ? ഡാ, നീ കല്യാണി പേടിപ്പിക്കാതിരിക്കെ. കല്യാണിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. അല്ല കല്യാണി? ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ടെന്ന് അറിയാൻ വയ്യാത്ത കല്യാണി ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതി റാങ്ക് വാങ്ങിക്കണം പോലും. ആഗ്രഹം കണ്ടില്ലേ ആന്റി? ഇത് ആഗ്രഹമല്ലല്ലോ, അത്യാഗ്രഹമല്ലേ. അത് കളകങ്ങി. പുരപ്പുറത്ത് കയറി കോഴിയെ പിടിക്കാൻ കഴിവില്ലാത്തവൻ ആകാശത്തിലേറി ചന്ദ്രനെ പിടിക്കുമെന്ന് പറയുന്ന പോലെ. നീ വാ. ബ്രോ, ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. അവര് കളിയാക്കിക്കോട്ടെ അനിയ കുഞ്ഞെ. നമുക്ക് പരീക്ഷാ ഹാളിലേക്ക് പോവാം. ഓക്കെ. ആന്റി ഒരു മിനിറ്റ്. നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഏതായാലും എന്നോട് പറഞ്ഞൂടെ ഗംഗെ? കാണാൻ പോകുന്ന പൂരം വെറുതെ പറഞ്ഞറിയിക്കണോ ആന്റി? ആ ശരി ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. കാത്തിരുന്ന് കണ്ടോ? സോറി. എന്താ ഇത്? നോക്കി നടക്കാൻ പാടില്ലേ? കയ്യില് മുഴുവനായി. സോറി മാഡം. സോറി. വല്യുഞ്ഞെ, സോറി മാഡം. ആള് വരുന്ന കാണാൻ വയ്യ നിനക്ക്? സോറി സർ, അറിയാതെ പറ്റിയതാ. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഏതായാലും അവനൊരെണ്ണം മേടിച്ചു കൊടുത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ. സോറിയോ? എന്ത് സോറി? തനിക്കെന്താ കണ്ടുകൊണ്ടൂടെ? അവൻ സോറി പറഞ്ഞില്ലേ, വിട്ടേക്ക്. എക്സാം ആയിട്ട് പ്രശ്നമൊന്നും വേണ്ട. നീ പോ. വല്യുഞ്ഞെ, ഞാൻ ആ ബാത്റൂമിൽ പോയി കൈയൊന്ന് കഴുകിട്ട് വരാം. ശരി, വേഗം ആവട്ടെ, എക്സാമിന് ടൈം ആവുന്നു. ആ കല്യാണി, നേരെ പോയിട്ട് ലെഫ്റ്റ്, അവിടെ ബാത്റൂം. ശരി, ഇപ്പൊ വരാം. ആരവൻ? ഇതാണോ നീ പറഞ്ഞ പ്ലാൻ? ഇതിലെന്തോന്നിരിക്കുന്നു? അവൻ വന്ന് അവളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചിരുന്നെങ്കിൽ അവള് പരീക്ഷ എഴുതില്ലാന്നെങ്കിലും കരുതിയനെ. ആന്റി, ഇത് തുടങ്ങി വെച്ചതല്ലേ ഉള്ളൂ. ഗണപതി പൂജ ഇനി അങ്ങോട്ട് കിടക്കല്ലേ കാര്യങ്ങള്. വെയിറ്റ് ആൻഡ് സീ. അതെന്താ അത്ര വലിയ പ്ലാൻ? ഏതായാലും വെയിറ്റ് ചെയ്യാം.
ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി ചാകണം നീ. അതാ നിന്റെ വിധി. ഹലോ ഹലോ, ആരുമില്ലേ അവിടെ? ആരെങ്കിലും ഒന്ന് തുറക്കണേ. ഹലോ, ആരാ ഈ ബാത്റൂം പൂട്ടിയത്? ആരെങ്കിലും ഒന്ന് തുറക്കണേ. ആരുമില്ലേ അവിടെ? ഏയ്, 15 മിനിറ്റേ ബാക്കിയുള്ളൂ. കല്യാണി കാണുന്നില്ലല്ലോ. കല്യാണി ഇതെവിടെ പോയി? ഒന്ന് കൈ വാഷ് ചെയ്തവരെ എത്ര സമയം? കല്യാണി ഇതുവരെ വന്നില്ലേ? ഞങ്ങളും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. പരീക്ഷ തുടങ്ങാൻ സമയമായി ബ്രോ. ശരി, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ആ, പെട്ടെന്നാവട്ടെ. ലേഡീസ് ടോയ്ലറ്റിൽ എങ്ങനെ കയറും? പരീക്ഷയായിട്ട് കല്യാണി ഇത്ര വൈകാൻ വഴിയില്ലല്ലോ. എന്തു പറ്റി കല്യാണിക്ക്? എക്സ്ക്യൂസ് മീ. എന്താ സർ? വൈഫ് അകത്ത് പോയിട്ട് ഒരുപാട് സമയമായി, കാണുന്നില്ല. ലേഡീസ് ടോയ്ലറ്റ് ആയതുകൊണ്ട് എനിക്ക് അകത്തേക്ക് കയറാനും വയ്യ. ഒന്ന് കയറി നോക്കോ? ഓ, അതിനെന്താ സർ? താങ്ക് യു. അയ്യോ, എന്റെ ഈശ്വര. സർ, അകത്ത് ബോധമില്ലാതെ കിടക്കുക സർ. കല്യാണി, 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 എന്തു പറ്റി കല്യാണി? കല്യാണി, 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 ഏയ്, എഴുന്നേക്ക്. എന്താ കല്യാണി, എന്തു പറ്റി കല്യാണി? വല്യഞ്ഞെ, ഞാൻ വാഷ് ചെയ്യാൻ വന്നതാ. പെട്ടെന്ന് അകത്ത് മുഴുവൻ അങ്ങ് പുകയായി. കതക് തുറക്കാൻ നോക്കിയപ്പോ പുറത്ത് നേരം പൂട്ടിരിക്കുക. പെട്ടെന്ന് മയക്കം വന്ന പോലെ അങ്ങ് വീണു. വല്യഞ്ഞെ, പരീക്ഷയ്ക്ക് സമയമായിട്ടുണ്ടാവോ? കല്യാണി, നിനക്കിപ്പോ പരീക്ഷ എഴുതാൻ പറ്റുമോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട വല്യഞ്ഞെ, എനിക്ക് പരീക്ഷ എഴുതണം. പോവാ. തോലയോന്ന് വിചാരിച്ചപ്പോ നശിപ്പിച്ചു.
സുബണ്ണ സമയം പോയല്ലോ. കൈ വാഷ് ചെയ്യാൻ പോയി കല്യാണിയും കാണുന്നില്ല, കൂടെ വിളിക്കാൻ പോയി ബ്രോയും കാണുന്നില്ല. നീ വാ, നമുക്കൊന്ന് നോക്കിട്ട് വരാം. ആ അവര് വരുന്നു. ആ. എന്താ പറ്റിയ കല്യാണി? എന്തത്ര വൈകിയത്? ആകെ ഡള്ളായതുപോലെ. അത് എന്താ ആനന്ദേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാം. കല്യാണി, പരീക്ഷാ ഹാളിലേക്ക് പോയിക്കോ. ടൈമായി. ആ ശരി വല്യുഞ്ഞെ. ഏയ്, പോയിട്ട് വാ. സർ ഓൾ ദി ബെസ്റ്റ്. അനിയൻകുഞ്ഞെ. ശരി, പോയിട്ടു. ബ്രോ, എന്തുണ്ടായേ? വാ, പറയാം. ഗംഗെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പ്ലാൻ പൊളിഞ്ഞു പോയല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് എക്സാമിലും കൂടി തോക്കണ്ട. ആ അടുക്കളക്കാരിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ പോയി എക്സാം എഴുതി ജയിക്കാനുള്ള മാർഗം നോക്ക്. ഓക്കെ ആന്റി. അല്ല കല്യാണി, ഒരു മിനിറ്റ്. അതെ, എന്തു പറ്റി? എന്താ ഇത്ര ലേറ്റ്? അത് ഞാൻ ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. ഓ, അതാണോ കാര്യം? അല്ല, കയ്യിൽ ഒരു പേന പോലും ഇല്ലാതെയാണോ എക്സാം ഹാളിലേക്ക് പോകുന്നത്? എന്ത് പറ്റി? മറന്നുപോയോ? അത് ശരി, ഇത് വെച്ചോ. സാരയില്ലെന്നേ, വാങ്ങിക്കേ. പരീക്ഷ എഴുതിയിട്ട് തിരികെ തന്നാ മതി. ഒത്തിരി നന്ദിയുണ്ട് മാഡം. അതൊക്കെ അങ്ങ് കയ്യില് വെച്ചോ. ആദ്യം പോയി പരീക്ഷ എഴുത്. നല്ലോണം ശ്രദ്ധിച്ചെഴുതണേ. സമാധാനായി. ആന്റി, ഞാനാണെങ്കിൽ അവൾ എക്സാം എഴുതാൻ വന്നല്ലോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ആന്റി അവൾക്ക് പരീക്ഷ എഴുതാൻ പേന കൊടുത്തു. സത്യം പറ ആന്റി, അവളുടെ പക്ഷത്താ? നീ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ? ഇങ്ങോട്ട് വാ. ഞാൻ അവൾക്ക് പേന കൊടുത്തതല്ലേ കണ്ടോളൂ നീ. ആ പേനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? അങ്ങനെ ചോദിക്കേ. ആ പേന വെച്ച് എഴുതിയാ കുറച്ച് സമയം കഴിയുമ്പോ എല്ലാം തനിയെ അങ്ങ് മാഞ്ഞു പൊയ്ക്കോളും. അതാ അതിന്റെ പ്രത്യേകത. ആന്റി, ആന്റി പറയുന്നത് സത്യമാണോ? അതെ. 15 മിനിറ്റ് നേരം മാത്രമേ അത് തെളിഞ്ഞിരിക്കൂ. അതിനുശേഷം അത് തനിയെ മാഞ്ഞു പോവും. ഒരു പക്ഷെ അവൾ എല്ലാം പഠിച്ചെഴുതിയാലും കുറച്ചു നേരെ അത് പേപ്പറിൽ കാണൂ. ഏതായാലും ഇവിടെയുള്ള മാഷന്മാർക്ക് മനസ്സ് നോക്കി മാർക്കിടാൻ അറിയില്ലല്ലോ.
ആന്റി സൂപ്പർ. ചെല്ലെ, പരീക്ഷയ്ക്ക് ബെല്ലടിച്ചു. പോയി നല്ല ശ്രദ്ധിച്ച് പരീക്ഷ എഴുതി പാസ്സാവ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ആന്റി. പോ.